നവകേരള സർവേ പാർട്ടിക്ക് വേണ്ടിയുള്ള ധൂർത്താണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഹൈക്കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേക്ക് ഇതുവരെ മുടക്കിയ പണം CPM ട്രഷറിയിൽ തിരിച്ചു നൽകണം. മൂക്കിന് മുൻപിൽ നടക്കുന്ന ലവ് ജിഹാദിന് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണ്. കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമല്ലേയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടിക്ക് വേണ്ടി സർക്കാർ നടത്തിയ ധൂർത്താണ് നവകേരള സർവേ. കോടതി രൂക്ഷമായി വിമർശിച്ച പശ്ചാത്തലത്തിൽ നവകേരള സർവേക്ക് ഇതുവരെ മുടക്കിയ പണം CPM ട്രഷറിയിൽ തിരിച്ചു നൽകണം. വിദ്യാഭ്യാസത്തിനും കർഷകർക്കും ആശുപത്രിക്കും കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് അനാവശ്യമായി പണം ചിലവഴിക്കുന്നതെന്നും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചൊഴിയണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന് സ്കൂൾ നന്നാക്കാൻ കാശില്ല, ആശുപത്രിയിലും ഡോക്ടറിന് കൊടുക്കാൻ കാശില്ല, കർഷകർക്ക് കൊടുക്കാൻ കാശില്ല. പക്ഷേ ജനങ്ങളുടെ 20 കോടി രൂപ എടുത്ത് ഒരു നവകേരള സർവേ അവരുടെ ഇലക്ഷന് വേണ്ടി ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. ഇതുവരെ ചെലവാക്കിയ കാശ് CPM മടക്കി ട്രഷറിയിൽ കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ്. സർക്കാരിലിരിക്കുമ്പോൾ പ്രതിബദ്ധതയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം സർക്കാർ. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം, പുറത്തു പോകണം. ശബരിമല സംഘടിത കൊള്ളയ്ക്ക് പിറകിലുള്ളവരെ സംരക്ഷിക്കാൻ ഗൂഢശ്രമം നടക്കുകയാണ്. തെറ്റ് ചെയ്തവർ മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും ജയിലിൽ അടയ്ക്കണം. ശബരിമലയിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കള്ളന്മാർ മുഴുവൻ ജയിലിലാകുന്നവരെ BJP അതിന്റെ പുറകെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദ മാഷ് പറഞ്ഞ് എല്ലാ ശബരിമല കഴിഞ്ഞു, ഇഷ്യൂ കഴിഞ്ഞു. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഇത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ തന്ത്രങ്ങൾ, ജനങ്ങളെ വെട്ടിയാക്കുന്ന തന്ത്രങ്ങൾ, ഇത് ഒളിച്ചു വയ്ക്കാനുള്ള തന്ത്രങ്ങൾ നടക്കില്ല. ഇതിൻ്റെ പിന്നിൽ BJP NDA ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ തെറ്റ് ചെയ്ത ആൾക്കാർ മന്ത്രിയാണോ ഓഫീസർമാരാണോ ഇവരെല്ലാം ജയിൽ അയക്കും എന്ന് ഞങ്ങളുടെ ഒരു ഉറപ്പാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വോട്ട് ബാങ്ക് തകരുമെന്ന ഭയമാണ് കേരള സ്റ്റോർ എതിർക്കാൻ കാരണമെന്നും മുസ്ലിമുകളെ സംരക്ഷിക്കുന്നു എന്ന് മേനി നടിച്ചുള്ള നാടകം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിരവധി കുടുംബങ്ങൾക്ക് ലവ് ജിഹാദ് ഗുരുതരമായ ആശങ്കയാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെ ഏതു വിഷയവും ചർച്ച ചെയ്യാൻ BJP തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലവ് ജിഹാദ് ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും വറി ചെയ്യാൻ. അത് ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ച് ക്രിമിനൽ പീനൽ കോഡിൽ ഒരു പ്രാവധാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കതിനെ ചർച്ച ചെയ്യാം. പക്ഷെ ചില കുടുംബങ്ങൾക്ക് അതൊരു ഫീലിംഗ് ആണെങ്കിൽ നമ്മൾ ആരാണ് നിങ്ങളത് ആലോചിക്കാൻ പാടില്ല എന്ന് പറയാൻ. ജനം, ഡൽഹി.